പോപ്പുലേഷൻ്റെ മൂന്നാമത്തെ ആട്രിബ്യൂട്ടാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് കഴിഞ്ഞാൽ സെക്സ് റേഷ്യോ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗുണവിശേഷമാണ് പോപ്പുലേഷൻ്റെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. സോ അതെന്താണെന്ന് നോക്കാം. സോ പോപ്പുലേഷൻ അറ്റ് എനി ഗിവൺ ടൈം, ഏതൊരു സമയത്തെ പോപ്പുലേഷൻ എടുത്താലും അതിൽ ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ഏജസ് ഉണ്ടായിരിക്കും. സോ ഏതൊരു സമയത്തെ പോപ്പുലേഷൻ നമ്മൾ ചെക്ക് ചെയ്താലും അവിടെ എന്തുണ്ടായിരിക്കും? ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ഏജസ്, പല ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസ് ആ പോപ്പുലേഷനിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിലുണ്ടായിരിക്കും. സോ പോപ്പുലേഷൻസ് അറ്റ് എനി ഗിവൺ ടൈം കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ഏജസ്. ഇനി ഈ റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഏജ് ഗ്രൂപ്പ്. സോ നമ്മൾ പറഞ്ഞു ഏതൊരു സമയത്തെ പോപ്പുലേഷൻ എടുത്താലും അവിടെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിറ്റർമിൻഡ് ബൈ ഏജ് ഗ്രൂപ്പ്. ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പുകളായിരിക്കും ഒരു പോപ്പുലേഷൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഒരു ഇൻഡിവിജ്വൽ പോപ്പുലേഷനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇൻഡിവിജ്വൽ പോപ്പുലേഷൻ can be divided into 3 ecological age group. കാരണം ഓരോ സമയത്തും ഏത് സമയത്തെയും ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അറ്റ് എനി ഗിവൺ ടൈമിൽ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. സോ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പുകളാണ് ഒരു പോപ്പുലേഷൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലെ ഇൻഡിവിജ്വൽസിനെ നമുക്ക് 3 ഇക്കോളജിക്കൽ ഏജ് ഗ്രൂപ്പായിട്ട് തിരിക്കാവുന്നതാണ്. ഈ 3 ഏജ് ഗ്രൂപ്പുകളും ആ പോപ്പുലേഷൻ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഈ 3 ഏജ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഏജ് ഗ്രൂപ്പുകളും പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്നവയാണ്. സോ ആദ്യത്തെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രീ റീപ്രൊഡക്റ്റീവ് ആണ്. സോ പ്രീ റീപ്രൊഡക്റ്റീവ്, അതുപോലെ രണ്ടാമത്തെയാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, മൂന്നാമത്തെയാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. സോ 3 ഏജ് ഗ്രൂപ്പുകൾ ഒരു പോപ്പുലേഷനിൽ കാണുന്നത് ഏതൊക്കെയാണ്? ഒന്ന് പ്രീ റീപ്രൊഡക്റ്റീവ്, രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, മൂന്നാമത്തേത് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. ആദ്യത്തെ പ്രീ റീപ്രൊഡക്റ്റീവ്. സോ ഒരു പോപ്പുലേഷനിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതലും യങ് മെമ്പേഴ്സ് ആണ്. സോ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ എത്താത്തത് കൊണ്ട് അവർ കൂടുതലും യങ് മെമ്പേഴ്സ് ആയിരിക്കും പ്രീ റീപ്രൊഡക്റ്റീവ്. അതുകൊണ്ട് തന്നെ അവർ ഗ്രോ റാപ്പിഡ്ലി ഇൻ എ ഗ്രോയിങ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ അവർ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. സോ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഒരു പോപ്പുലേഷനിലുണ്ടെങ്കിൽ അതെന്താണ്? അവർ യങ് മെമ്പേഴ്സ് ആയിരിക്കും. അവർ ഗ്രോ റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യും. എവിടെ? ഒരു ഗ്രോയിങ് പോപ്പുലേഷനിൽ. അതുകൊണ്ട് അവർ പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇനി റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. സോ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെൻ നമ്പേഴ്സ് ഓഫ് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പും അതുപോലെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പും ഓൾമോസ്റ്റ് ഈക്വൽ. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പും റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പും ഓൾമോസ്റ്റ് ഈക്വലും അതോടൊപ്പം തന്നെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് വളരെ കുറച്ച് നമ്പറും ആണെങ്കിൽ ഈ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള ഏജ് ഗ്രൂപ്പുകൾ ഏതായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അതായത് അവിടെ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, സീറോ ഗ്രോത്ത് എന്നാണ് പറയാം. പ്രീ റീപ്രൊഡക്റ്റീവും റീപ്രൊഡക്റ്റീവും ഓൾമോസ്റ്റ് സെയിം നമ്പറും ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? പോസ്റ്റ് റീപ്രൊഡക്റ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ. പോസ്റ്റ് റീപ്രൊഡക്റ്റീവിൻ്റെ അവിടെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് വളരെ കുറവും പ്രീ ആൻഡ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലുള്ള ഏജ് ഗ്രൂപ്പിലെ ആളുകളുടെ എണ്ണം ഒരേപോലെയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞ ഏജ് ഗ്രൂപ്പ് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. അവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല, സീറോ ഗ്രോത്ത്. ഇത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ. ഏതിനേക്കാളും? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിനേക്കാളും. അപ്പോൾ സീറോ ഗ്രോത്ത് അല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലെങ്കിൽ മെച്യൂർ എന്ന് പറയും. സോ ഒരു പോപ്പുലേഷൻ അങ്ങനെയാണെങ്കിൽ അത് മെച്യൂറാണ്. അടുത്തതാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടുത്തെ ഇൻഡിവിജ്വൽസ് ഓൾഡർ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. നമ്മൾ പ്രീ റീപ്രൊഡക്റ്റീവിൽ യങ് ഇൻഡിവിജ്വൽസ് പറഞ്ഞ പോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവിൽ ഓൾഡർ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഓൾഡർ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഡിക്ലൈനിങ് ആണ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഡിക്ലൈനിങ് ആണ്. ഡിക്ലൈനിങ് പോപ്പുലേഷൻ. സോ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് സൂചിപ്പിക്കുന്നത്. സോ പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇക്കോളജിക്കൽ ഗ്രൂപ്പിൽ പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ്
അല്ലെങ്കിൽ യങ് മെമ്പേഴ്സാണ്. സോ ഗ്രോയിങ് പോപ്പുലേഷനിൽ അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റാപ്പിഡായിട്ട് ഗ്രോ ചെയ്തിരുകൊണ്ട് അതൊരു പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നു. റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവും ഏജ് ഗ്രൂപ്പ് ഓൾമോസ്റ്റ് ഈക്വൽ നമ്പറും കമ്പയറിംഗ് ടു പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് വളരെ കുറവ് നമ്പറും ആണെങ്കിൽ റിപ്രൊഡക്റ്റീവ് സ്റ്റേജ് സ്റ്റേബിൾ ആൻഡ് സീറോ ഗ്രോത്ത് അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിരിക്കും. അതേസമയം പോസ്റ്റ് റിപ്രൊഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഏജ് ഗ്രൂപ്പ് എൻ്റെ പ്രത്യേകത അവിടെ ഓൾഡർ ഇൻഡിവിജ്വൽസ് ആയിരിക്കും, അവിടെ പോപ്പുലേഷൻ ഡിക്ലൈൻ കുറഞ്ഞു വരികയായിരിക്കും, അത് ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. സോ ഈ ഏജ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ബർത്തുമായിട്ടും ഡെത്തുമായിട്ടും ലിങ്ക് ചെയ്യുന്നതാണ്. സോ നമ്മൾ പറയുകയാണെങ്കിൽ അടുത്തത് ഏജ് പിരമിഡ്. ഏജ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈ ഏജ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മളിപ്പോൾ പറഞ്ഞ ഏജ് ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഒരു പെർസെൻറ്റേജ് ഓഫ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ ഗിവൺ ഏജ് ഓർ ഏജ് ഗ്രൂപ്പ്, ഒരു പെർട്ടിക്കുലർ ഏജിലോ ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പെർസെൻറ്റേജിനെ അതിനെ ഒരു പോപ്പുലേഷനായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഏജ് പിരമിഡ്. സോ ഇഫ് ദ ഏജ് ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ടഡ് ഫോർ എ പോപ്പുലേഷൻ, ഈ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഒരു പോപ്പുലേഷന് വേണ്ടി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ടിങ് സ്ട്രക്ചറാണ് ഏജ് പിരമിഡ്. ഏജ് ഡിസ്ട്രിബ്യൂഷനിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഗിവൺ ഏജിലോ ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ പെർസെൻറ്റേജ്, ഈ പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഏജിലുള്ള പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസിനെ പോപ്പുലേഷനുമായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രക്ചറാണ് ഏജ് പിരമിഡ്. സോ ഏജ് പിരമിഡിൽ നമുക്ക് പ്രീ റീപ്രൊഡക്റ്റീവും പോസ്റ്റ് റീപ്രൊഡക്റ്റീവും കാണാൻ പറ്റും. സോ ഒരു ഏജ് പിരമിഡ് എടുത്തു കഴിഞ്ഞാൽ പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് താഴെ ബേസിൽ കാണാൻ പറ്റും, റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ കാണാൻ പറ്റും, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് എന്നത് ടോപ്പിലായിരിക്കും. സോ ഇങ്ങനെയായിരിക്കും പ്രീ റീപ്രൊഡക്റ്റീവ് ബേസിലും റീപ്രൊഡക്റ്റീവ് മിഡിലും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഒരു ടോപ്പിലുമായിട്ടായിരിക്കും ഒരു ഏജ് പിരമിഡിൽ ഈ പറഞ്ഞ 3 ഇക്കോളജിക്കൽ ഏജ് ഗ്രൂപ്പ് നമുക്ക് കാണാൻ പറ്റുക. സോ ഒരു ഹ്യൂമൻ പോപ്പുലേഷനിൽ ഏജ് പിരമിഡ് എന്ന് പറയുന്നത് ജനറലി ഏജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിക്കുന്നത്. സോ ഒരു ഹ്യൂമൻ ഏജ് പിരമിഡ് എടുത്ത് നോക്കി പോപ്പുലേഷൻ ഏജ് പിരമിഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ, ഒരു കമ്പൈൻഡ് ഡയഗ്രത്തിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ മൂന്നാമത്തെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ടാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ഏതൊരു പോപ്പുലേഷനിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവിടെയുള്ള ഡിഫറെൻറ്റ് ഏജസ് ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറെൻറ്റ് ഏജസ് ആണ് ഒരു ഗിവൺ പോപ്പുലേഷനിൽ നമുക്ക് കാണാൻ പറ്റും. സോ പോപ്പുലേഷൻ അറ്റ് എനി ഗിവൺ ടൈം, ഏതൊരു സമയത്തും ഒരു പോപ്പുലേഷനിൽ അവിടെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസ് ആണ് ആ പോപ്പുലേഷൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റാറ്റസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 ഏജ് ഗ്രൂപ്പുകൾ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ 3 ഇക്കോളജിക്കൽ ഏജ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് പ്രീ റീപ്രൊഡക്റ്റീവും പോസ്റ്റ് റീപ്രൊഡക്റ്റീവുമാണ്. പ്രീ റീപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് യങ് മെമ്പേഴ്സാണ്, ഗ്രോയിങ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് സ്റ്റേബിൾ ആണ്. ആ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത പ്രീ റീപ്രൊഡക്റ്റീവുമായിട്ടുള്ള നമ്പേഴ്സ്, ആ ഗ്രൂപ്പിലുള്ള നമ്പേഴ്സ് ഓൾമോസ്റ്റ് ഈക്വലും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് വളരെ കുറവുമായിരിക്കുകയാണെങ്കിൽ റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് സ്റ്റേബിൾ അല്ലെങ്കിൽ സീറോ ഗ്രോത്ത് എന്ന് പറയുന്നു. അതേസമയം പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഓൾഡർ ഇൻഡിവിജ്വൽസ് ആണ്, അവിടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു, അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് അവിടെ കാണിക്കുന്നത്. ഈ 3 ഇക്കോളജിക്കൽ ഏജ് ഗ്രൂപ്പും നമ്മളിപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ ഗിവൺ ഏജ് അല്ലെങ്കിൽ ഏജ് ഗ്രൂപ്പിനെ നമ്മളൊരു പോപ്പുലേഷനായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ വിളിക്കുന്ന പേരാണ് ഏജ് പിരമിഡ്. സോ ഏജ് പിരമിഡിൽ നമുക്ക് പ്രീ റീപ്രൊഡക്റ്റീവ് ബേസിലും റീപ്രൊഡക്റ്റീവ് മിഡിൽ ഭാഗത്തും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് അതിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.